ഒരു ചെറിയ ഗ്രാമത്തിൽ രാം എന്ന ഒരു യുവാവ് വസിച്ചിരുന്നു. ആ ഗ്രാമം മലകളും കൃഷിസ്വഭാവങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടിരുന്നു. രാം വളരെ ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു. അവന്റെ പിതാവ് ഒരു തൊഴിലാളിയായിരുന്നു. അമ്മ വീട്ടുപണികൾ ചെയ്തുകൊണ്ട് കുടുംബത്തെ പിന്തുണച്ചിരുന്നു. കുടുംബത്തിൽ പണക്കുറവ് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിലും രാം തന്റെ ജീവിതത്തിൽ വലിയ നേട്ടം നേടണമെന്ന സ്വപ്നം കാണുകയായിരുന്നു. രാം ചെറുപ്പം മുതൽ പഠിക്കാൻ വളരെ താൽപ്പര്യമുള്ളവനായിരുന്നു. സ്കൂളിൽ പോകുന്നത് അവന് വളരെ ഇഷ്ടമായിരുന്നു. അധ്യാപകർ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധയോടെ കേട്ടു. പക്ഷേ രാമിന്റെ ജീവിതം എളുപ്പമല്ല. സ്കൂളിൽ എത്താൻ അവന് ദിവസവും കിലോമീറ്ററുകളോളം നടക്കേണ്ടി വന്നു. മഴയും ചൂടും വന്നാലും ഒരു തവണ പോലും സ്കൂൾ വിട്ടില്ല. ഒരു ദിവസം രാം പിതാവ് ജോലി ചെയ്യുമ്പോൾ പരിക്കേറ്റു. അതിനാൽ കുടുംബത്തിന്റെ വരുമാനം കുറവായി. ആ സമയത്ത് രാം വളരെ ആശങ്കയായി. സ്കൂൾ വിട്ട് ജോലി ചെയ്യേണ്ടതായിരിക്കാമെന്ന് അവന്റെ മനസ്സിൽ വന്നു. പക്ഷേ അമ്മ പറഞ്ഞു, നീ പഠനം വിട്ടുകൂടില്ല. നിന്റെ വിദ്യാഭ്യാസം തന്നെയാണ് നമ്മുടെ കുടുംബത്തെ ഉയർത്തുന്നത്. ആ വാക്കുകൾ രാമിന്റെ മനസ്സിൽ തീ പോലെ തെളിഞ്ഞു. അതിനുശേഷം രാം കൂടുതൽ പരിശ്രമിക്കാൻ തുടങ്ങി. ദിവസം സ്കൂളിൽ പോയി രാത്രി ഗ്രാമത്തിൽ ചെറിയ ജോലികൾ ചെയ്തു കുടുംബത്തിന് സഹായം നൽകി. ചില ദിവസങ്ങളിൽ വളരെ ക്ഷീണിതനായി, പക്ഷേ തന്റെ സ്വപ്നം ഒരിക്കലും വിട്ടില്ല. സുഹൃത്തുക്കൾ കളിക്കുമ്പോഴും രാം പുസ്തകം വായിച്ചു. ഒരു ദിവസം സ്കൂളിൽ ശാസ്ത്ര മത്സരമാണ് നടക്കിയത്. ആ മത്സരത്തിൽ പങ്കെടുക്കാൻ രാം ആഗ്രഹിച്ചു. പക്ഷേ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ പണമില്ലായിരുന്നു. അതിനാൽ അവന് ദുഃഖം സംഭവിച്ചു. ആ സമയത്ത് അധ്യാപകൻ പറഞ്ഞു, പരിശ്രമിക്കാൻ ഇച്ഛയുണ്ടെങ്കിൽ വഴിയും തന്നെ ഉണ്ടാകും എന്നും ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ സഹായിച്ചു. ആ സഹായം രാമിന് പുതിയ ആത്മവിശ്വാസം നൽകി. മത്സരത്തിനായി രാം പല ദിവസങ്ങളും അധ്വാനിച്ചു. രാത്രി മുഴുവൻ ഉറങ്ങാതെ തന്റെ പദ്ധതിയുണ്ടാക്കി. മത്സരദിനം വളരെ പാരയുണ്ടായിരുന്നുവെങ്കിലും ആത്മവിശ്വാസത്തോടെ തന്റെ ശ്രമം എല്ലാവർക്കും വിശദീകരിച്ചു. ആ മത്സരത്തിൽ രാം 1ാം സ്ഥാനത്തെത്തി. ആ വിജയം അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നു. ആ വിജയത്തിലൂടെ രാംക്ക് നഗരത്തിലെ വലിയ സ്കൂളിൽ പഠിക്കാൻ അവസരം ലഭിച്ചു. പക്ഷേ നഗരജീവിതം രാമിന് പുതിയതായി തോന്നി. അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും സമ്പന്ന കുടുംബങ്ങൾക്കായിരുന്നു. ആരംഭത്തിൽ രാം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അവരുടെ സംസാരശൈലി, വസ്ത്രം, ജീവിതം എല്ലാം വ്യത്യസ്തമായിരുന്നു. ചിലർ രാനെ കളിയാക്കി. അതിനാൽ രാം വളരെ മാനസിക വേദന അനുഭവിച്ചു. ഒരു ദിവസം അവൻ തന്റെ പഴയ അധ്യാപകരെ ഓർത്ത് അവർക്കു കത്ത് എഴുതിയ. അധ്യാപകൻ മറുപടിയായി എഴുതി, നിന്റെ സാഹചര്യങ്ങൾ നിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നില്ല. നിന്റെ പരിശ്രമം മാത്രമാണ് നിന്റെ ഭാവി രൂപപ്പെടുത്തുന്നത്. ആ വാക്കുകൾ രാമിന് പുതിയ ശക്തി നൽകി. അതിനുശേഷം രാം ഭയം മറച്ച് മുഴുവൻ ശ്രദ്ധയോടെയും പഠിക്കാൻ തുടങ്ങി. ദിവസവും ലൈബ്രറിയിൽ സമയം ചെലവഴിച്ചു. അധ്യാപകരോട് സംശയങ്ങൾ ചോദിച്ചു. മന്ദഗതിയിലൂടെയും അവന്റെ കഴിവ് എല്ലാവർക്കും തെളിഞ്ഞു. അവനെ കളിയാക്കിയ കുട്ടികളും അവനെ ആദരിക്കാൻ തുടങ്ങി. സ്കൂൾ പഠനം പൂർത്തിയായ ശേഷം രാം ഉയർന്ന വിദ്യാഭ്യാസത്തിനായി പരിശ്രമിച്ചു. പല പരീക്ഷകളിലും പരാജയം അനുഭവിച്ചു. ആ പരാജയങ്ങൾ അവനെ ബുദ്ധിമുട്ടിച്ചു. ചിലപ്പോൾ അവൻ കരഞ്ഞു. എന്നാൽ അവന്റെ മനസ്സിൽ ഒരേയൊരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ പരിശ്രമം നിർത്തരുത്. ചിലയിടങ്ങളിൽ ഏറെ ശ്രമിച്ച ശേഷമാണ് രാം ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം നേടിയത്. അവിടെ അവൻ കഠിനമായി ജോലി ചെയ്തു. ദിവസവും അധിക സമയം പഠിച്ചു. നിരവധി ഗവേഷണങ്ങളിൽ പങ്കെടുത്തു. പരിശ്രമത്തിന്റെ ഫലമായി മികച്ച വിദ്യാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷം രാം ഒരു വലിയ സ്ഥാപനത്തിൽ ജോലി നേടി. നല്ല ശമ്പളം ലഭിച്ചു. എന്നാൽ അവൻ തന്റെ ഗ്രാമത്തെ മറക്കുകയില്ല. കുടുംബത്തെയും ഗ്രാമവാസികളെയും ഉയർത്തേണ്ടതായിരുന്നില്ല. കുറച്ചു വർഷം ജോലി ചെയ്ത് പണം ലാഭിച്ചു. അതിനുശേഷം രാം തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. അവിടെ ഒരു സ്കൂൾ നിർമ്മിക്കാൻ തുടങ്ങി. ദാരിദ്ര്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി പഠിക്കുവാൻ സഹായിച്ചു. ഗ്രാമത്തിൽ ലൈബ്രറി സ്ഥാപിച്ചു. നിരവധി യുവാക്കൾക്ക് തൊഴിൽ അവസരം സൃഷ്ടിച്ചു. ഗ്രാമവാസികൾ എല്ലാവരും രാമിനെ അഭിമാനത്തോടെ സ്തുതിച്ചു. ഒരു ദിവസം രാം പഴയ വീടിന്റെ മുൻഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞ കാലം ഓർമ്മിച്ചു. സ്കൂളിലേക്ക് നടന്ന ദിവസങ്ങൾ, ദാരിദ്ര്യത്തോടെ കഴിഞ്ഞ നിമിഷങ്ങൾ, പരാജയങ്ങൾ കാരണം കരഞ്ഞ നിമിഷങ്ങൾ ഓൾ അവന്റെ മനസ്സിലെത്തി. ആ അനുഭവങ്ങൾ ഇന്ന് അവനെ ഉയർത്തിയെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതിനിടെ ചില കുട്ടികൾ രാമിന്റെ സമീപത്ത് വന്നുകൊണ്ട്, ഞങ്ങളും നിങ്ങളുടെ പോലെ വലിയവരാകണം എന്ന് പറഞ്ഞു. രാം ചിരിച്ചു പറഞ്ഞു, വലിയവരാകണമെങ്കിൽ സ്വപ്നം കാണുക. ആ സ്വപ്നത്തിൽ വിശ്വസിക്കുക. കഠിന പരിശ്രമിക്കുക. പരാജയം വന്നാലും പേടിക്കരുത്. ശ്രമം തുടരുന്നുണ്ടെങ്കിൽ വിജയം നിങ്ങളെ കണ്ടെത്തും. രാമിന്റെ ജീവിതം കാണിക്കുന്നു, സാധാരണ യുവാവ് പോലും ആത്മവിശ്വാസം, പരിശ്രമം, ക്ഷമ എന്നിവയാൽ ഉയരാം. അവന്റെ ജീവിതം പലർക്കും പ്രചോദനമായി. ഗ്രാമത്തിലെ ഓരോ കുട്ടിയും രാമിന്റെ കഥ കേട്ട് വളർന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാൽ അത് നമ്മെ നിർത്താനല്ല, അത് നമ്മെ ശക്തരാക്കാനാണ്. രാം ഇത് തന്റെ ജീവിതത്തിൽ തെളിയിച്ചു. അവന്റെ ജീവിതം സത്യമാണ്. പരിശ്രമമുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് എന്നു തെളിവ് അവനാണ്. ആ ഗ്രാമത്തിൽ ഇന്നും പറയുന്നു, രാം പോലെ പരിശ്രമിച്ചാൽ വിജയം ഉറപ്പാണ്. ആ വാക്കുകൾ നിരവധി യുവാക്കളുടെ മനസ്സിൽ ആത്മവിശ്വാസം വിതറുന്നു. രാമിന്റെ യാത്ര ലോകത്തിനു കാണിച്ചു, ഒരു വ്യക്തി സ്വപ്നം കാണുമ്പോൾ അവന്റെ ജീവിതം എത്ര ഉയരാം. മറ്റ് പ്രധാന കാര്യം, നമ്മൾ എവിടെ ജനിച്ചു എന്നത് പ്രധാനമല്ല. നമ്മൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രധാനം. പരിശ്രമം, വിശ്വാസം, ക്ഷമ ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും ജീവിതം മാറ്റാൻ കഴിയും. രാമിയുടെ ജീവിതം